ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിസ് കോമേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വാൻസ്ഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പ്രോബ്ലം പേപ്പറാണ്. അപ്പോൾ പ്രോബ്ലമാണ് നമ്മൾ കൂടുതൽ നോക്കാൻ പോകുന്നതിൽ. എ പാർട്ടിൽ ഫുൾ തിയറി ആണുള്ളത്, പിന്നെ ഒരു പ്രോബ്ലമാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ബി പാർട്ടിൽ വന്നിട്ട് കുറച്ച് തിയറീസ് ഉണ്ട്, പിന്നെ പ്രോബ്ലമാണ് കൂടുതൽ വന്നിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ടാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. 9ാമത്തെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്, ഇൻ 2020 എ ലിമിറ്റഡ് ഹാഡ് എ ടാക്സബിൾ പ്രോഫിറ്റ് ഓഫ് ₹2,20,000. ഇൻ ദ പ്രീവിയസ് ഇയർ 2019 ഇൻകം ടാക്സ് ഓൺ 2019 പ്രോഫിറ്റ് ഹാഡ് ബീൻ എസ്റ്റിമേറ്റഡ് ₹60,000. എനി അണ്ടർ ഓർ ഓവർ പേയ്മെൻറ്റ്സ് ആർ നോട്ട് സെറ്റിൽഡ് അണ്ടിൽ ദ ഫോളോയിങ് ഇയേഴ്സ് ടാക്സ് പേയ്മെൻറ്റ് ഈസ് ഡ്യൂ. വാട്ട് വുഡ് ബി ദ ടാക്സ് പേയബിൾ ആൻഡ് ദ ചാർജ് ഫോർ 2020 if the tax due on 2019 profit was subsequently agreed with the ടാക്സ് അതോറിറ്റീസ് ആസ്. അതിൽ ഫസ്റ്റ് എ വന്നിട്ട് ₹70,000, ബി ₹50,000. അസ്യൂംസ് എ ടാക്സ് റേറ്റ് 30%. കാൽക്കുലേറ്റ് ടാക്സ് ചാർജ് ആൻഡ് ലയബിലിറ്റി. ടാക്സ് ചാർജും ലയബിലിറ്റിയും കണ്ടുപിടിക്കാനുള്ളതാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അതായത് 2020 വന്നിട്ട് 2,20,000 ആണ് ടാക്സബിൾ പ്രോഫിറ്റ്. പ്രീവിയസ് ഇയറിൽ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 60,000 ആണ്. ഇനി ടാക്സ് അതോറിറ്റീസ് അഗ്രി ചെയ്തത് 70,000 ആണ് എങ്കിൽ നമ്മളെങ്ങനെ ടാക്സബിൾ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, ആദ്യം ടാക്സ് ഡ്യൂ ഓൺ 2019 പ്രോഫിറ്റ് അഗ്രീഡ് അറ്റ് 70,000 ആണെങ്കിൽ എന്താ എസ്റ്റിമേറ്റഡ് ടാക്സ് ഓൺ 2019 എന്ന് പറയുന്നത് എന്താ 60,000 ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 60,000 ആണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ടാക്സ് അഗ്രീഡ് ചെയ്തിരിക്കണം, ഇൻകം ടാക്സ് അതോറിറ്റീസ് അഗ്രി ചെയ്തിരിക്കുന്നത് 70,000 ആണെങ്കിൽ നമ്മളെന്താ അണ്ടർ പേയ്മെൻ്റ് ആണ് നടത്തിയിരിക്കുന്നത് ഇവിടെ. അതായത് എന്താ 70,000 മൈനസ് 60,000 ഈസ് ഈക്വൽ ടു 10,000 ആണ് നമ്മുടെ അണ്ടർ പേയ്മെൻറ്റ്. അതായത് പേയ്മെൻറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ടാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ടാക്സ് ഓൺ 2020 പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 2,20,000 ആണ് നമ്മുടെ ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ടാക്സ് റേറ്റ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 30% ആണ് ഇവിടെ ടാക്സ് റേറ്റ് വന്നിരിക്കുന്നത്. 2,20,000 ഇൻറ്റു 30% ഈസ് ഈക്വൽ ടു എത്രയാണ് 66,000 ആണ് വന്നിട്ടത്. അപ്പോൾ ടോട്ടൽ ടാക്സ് ചാർജ് ഫോർ 2020 എത്രയായിട്ട് വരും 66,000 പ്ലസ് 10,000 ഈസ് ഈക്വൽ ടു 76,000 ആണ് നമ്മുടെ വരുന്നത്. ഇനി ടാക്സ് ഓൺ 2020 പ്രോഫിറ്റ് പറയുന്നത് അപ്പോൾ എത്ര 66,000 ആണ് വരുന്നത്. ടാക്സ് ലയബിലിറ്റി 66,000. അപ്പോൾ നമ്മൾ 2020 ടാക്സ് അടയ്ക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ 76,000 ആണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്. ഇനി അതിൻ്റെ ക്വസ്റ്റ്യത്തിൽ പ്രോബ്ലം ബിയിൽ പറയണത് എന്താ, ബിയിൽ പറയണത് 50,000 ആണ് ഇൻകം ടാക്സ് അതോറിറ്റീസ് അഗ്രി ചെയ്തത് എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് എസ്റ്റിമേറ്റഡ് ടാക്സ് അപ്പോൾ അവിടെ 60,000 തന്നെയാണ്. പക്ഷേ എഗ്രീഡ് ടാക്സ് 50,000 ആയതുകൊണ്ട് തന്നെ നമ്മളെന്താ ഇവിടെ നമ്മൾ ഓവർ പേയ്മെൻ്റ് ആണ് നടത്തിയിരിക്കുന്നത്. അതായത് ഓവർ പേയ്മെൻറ്റ് ഫോർ 2019 ഈസ് ഈക്വൽ ടു 60,000 മൈനസ് 50,000 ഈസ് ഈക്വൽ ടു 10,000 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടാക്സ് ഓൺ 2000 പ്രോഫിറ്റ് എത്രയാണ് വരുന്നത് 2,20,000 ഇൻറ്റു 30% ടാക്സ് റേറ്റ് പറഞ്ഞു. അപ്പോൾ വരുന്നതാണ് 66,000. അപ്പോൾ ടാക്സ് ചാർജ് എത്രയാണ് 2020 വരുന്നത് 66,000 മൈനസ് 10,000 ഈസ് ഈക്വൽ ടു 56,000. അപ്പോൾ 56,000 രൂപയാണ് ഇവിടെ ടാക്സബിൾ ആയിട്ട് ചാർജ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 2020 66,000 ആണ്. പക്ഷേ നമ്മൾ അടയ്ക്കേണ്ടത് എത്ര 56,000. അതായത് നമ്മളവിടെ ഓവർ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് കൊണ്ട് 10,000 മൈനസ് ചെയ്തിട്ട് 56,000 ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇങ്ങനെയാണ് ടാക്സ് ലയബിലിറ്റിയും ടാക്സ് ചാർജ് ചെയ്യേണ്ടത് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു മോഡലിലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ തിയറി ഉണ്ട്. ഒരു വേറെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഓപ്പറേറ്റിംഗ് ലീസും ഫിനാൻഷ്യൽ ലീസും. അത് നമ്മൾ തിയറി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അതൊരു പാർട്ട് 2 ആയിട്ട് നമുക്ക് വേറെ വീഡിയോയിൽ ചെയ്യാം. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എ ഫേം ഹാഡ് ₹2 lakh ആസ് ക്യാഷ് അറ്റ് ബാങ്ക് ഓൺ 1/4/2019. ദ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഓൺ ദാറ്റ് ഡേറ്റ് വാസ് 200 ആണ്. ഡ്യൂറിങ് ദ ഇയർ എൻഡഡ് 31/3/2020 വന്നിട്ട് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് വേറെ സ്റ്റേറ്റഡ് ബിലോ. റിസീപ്റ്റും പേയ്മെൻറ്റ് താഴെ തന്നിട്ടുണ്ട്. ഇവിടെ ഫേമിന് 2 ലക്ഷം രൂപയാണ് ബാങ്കിൽ ക്യാഷ് ആയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇൻഡെക്സ് തന്നിട്ടുണ്ട്. അതായത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വന്നിട്ട് ആ ഡേറ്റിൽ എത്രയാണ് 200 ആണ് തന്നിരിക്കുന്നത്.
200 എന്ന ഡേറ്റ് നമ്മൾ നോക്കി വെക്കണം. പിന്നെ ഇവിടെ ഡേറ്റ് തന്നിട്ടുണ്ട്, റിസീപ്റ്റ് തന്നിട്ടുണ്ട്. ജൂൺ 1 വന്നിട്ട് സെയിൽസ് എത്രയാണ്? 1,05,000 ആണ്. ഇൻഡെക്സ് 210. ജനുവരി 15 സെയിൽസ് 3,45,230. പിന്നെ സെപ്റ്റംബർ 15 വന്നിട്ട് കോസ്റ്റ് 2,15,000 215 ഇൻഡെക്സ്. നവംബർ 20 വന്നിട്ട് കോസ്റ്റ് 1,50,000 ഇൻഡെക്സ് വന്നിട്ട് 240. ഡിസംബർ 1 കോസ്റ്റ് 2,225. അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ അക്കൗണ്ട് ഓഫ് പ്രൈസ് ചേഞ്ചസ് ദ ഇയർ എൻഡഡ് ഇൻഡെക്സ് 240. ഇയർ എൻഡ് ഇൻഡെക്സ് 240 അതുമാതിരി 200 നമ്മൾ നോക്കി വെക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ ആൻസർ വന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാം റീസ്റ്റേറ്റഡ് ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് ആദ്യം നമുക്ക് റീസ്റ്റേറ്റ് ചെയ്യാം. ഈ ക്വസ്റ്റിൽ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുള്ളത് ഇത്രയാണ്. ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുള്ളത് 2 ലാക്കാണ് തന്നിട്ടുള്ളത്. ഓപ്പണിംഗ് ബാലൻസ് 2 ലാക്കാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് റീസ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഓപ്പണിംഗ് ബാലൻസ് 2 ലാക്ക് ഇൻറ്റു 240 ഡിവൈഡഡ് ബൈ 200. അതാണ് പറഞ്ഞത്. ഓപ്പണിംഗ് ബാലൻസിൽ ഇൻഡെക്സ് നമ്മൾ നോക്കി വെക്കണം, ക്ലോസിംഗ് ബാലൻസിൽ ഇൻഡെക്സ് നോക്കി വെക്കണം. അപ്പോൾ 2 ലാക്കാണ് നമ്മുടെ ക്യാഷ് ആയിട്ടുള്ളത്. പിന്നെ ക്ലോസിംഗ് ഇൻഡെക്സ് വന്നിട്ട് 240, ഓപ്പണിംഗ് ഇൻഡെക്സ് 200. അപ്പോൾ 2 ലാക്ക് ഇൻറ്റു 240 ഡിവൈഡഡ് ബൈ 200 ചെയ്യുമ്പോൾ 2,40,000 കിട്ടും. സ്റ്റെപ്പ് 2 ചെയ്യണത് ഇനി റീസ്റ്റേറ്റ് ദ സെയിൽസ്. അതായത് സെയിൽസ് റീസ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമുക്കിവിടെ 2 സെയിൽസുകളാണ് തന്നിരിക്കുന്നത്. അതായത് ജൂണിലെ 1 സെയിൽസ് വന്നിട്ട് 1,05,000 ആൻഡ് ജനുവരി 15 വന്നിട്ട് 3,45,000 ഇൻഡെക്സ് 210 320. ഓക്കെ, ഇനി അത് വെച്ചിട്ട് നമുക്ക് റീസ്റ്റേറ്റ് ചെയ്യാം. ജൂൺ 1 സെയിൽസ് റീസ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര എമൗണ്ട് വന്നിട്ട് 1,05,000 ഇൻറ്റു 240 ഡിവൈഡഡ് ബൈ 210 ഇസ് ഈക്വൽ ടു എത്ര? 1,20,000 ആണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. ഓക്കെ, ഇനി ജനുവരി 15 സെയിൽസ് റീസ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് 3,45,000 ആണ് നമ്മുടെ എമൗണ്ട് വരുന്നത്. അതിൽ നമ്മൾ ക്ലോസിംഗ് ഇൻഡെക്സ് വന്നിട്ട് 240 ഡിവൈഡഡ് ബൈ 230 ഈസ് ഈക്വൽ ടു 3,60,000 കിട്ടും. ഇനി ടോട്ടൽ നമ്മുടെ ടോട്ടൽ റീസ്റ്റേറ്റഡ് സെയിൽസ് റീസ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എത്ര കിട്ടണം? 1,20,000 3,60,000 ഈസ് ഈക്വൽ ടു എത്ര? 4,80,000 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പേയ്മെൻറ്റ്സ്, അതായത് കോസ്റ്റ് വന്നിട്ട് റീസ്റ്റേറ്റ് ചെയ്യണം. അതിൻ്റെ കോസ്റ്റിൻ്റെ എമൗണ്ട് 2,50,000 1,50,000 2 ലാക്ക്. അതിൻ്റെ ഇൻഡെക്സ് നോക്കുക 215 240 225. ഓക്കെ, അത് വെച്ചിട്ട് ചെയ്യണത് റീസ്റ്റേറ്റ് ദ കോസ്റ്റ് പേയ്മെൻറ്റ് വന്നിട്ട് സെപ്റ്റംബർ 15 വന്നിട്ട് റീസ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എമൗണ്ട് നമ്മൾ പറഞ്ഞു 2,50,000 ഇൻറ്റു 240 ഡിവൈഡഡ് ബൈ 250 ചെയ്യുന്ന സമയത്ത് 2,40,000 കിട്ടും. നവംബർ 20 കോസ്റ്റ് റീസ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര? 1,50,000 ഇൻറ്റു 240 ഡിവൈഡഡ് ബൈ 240 ചെയ്യുന്ന സമയത്ത് 1,50,000 തന്നെ കിട്ടും. ഇനി ഡിസംബർ 1 ചെയ്യുന്ന സമയത്ത് എത്ര? 2 ലാക്ക് ഇൻറ്റു 2,40,000 ഡിവൈഡഡ് ബൈ 225 ചെയ്യുന്ന സമയത്ത് 2,30,000 ആൻഡ് 333.33 കിട്ടും. ഇനി ടോട്ടൽ കോസ്റ്റ് നമ്മളെന്താ റീസ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് എത്ര? ഈ 3 എമൗണ്ട്, അതായത് 2,40,000 പ്ലസ് 1,50,000 പ്ലസ് 2,30,000 ആൻഡ് 33.33 ആ എമൗണ്ട് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടുക? നമുക്ക് 6,03,333.33 അതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ കോസ്റ്റ് നമ്മളെന്താണ് സെയിൽസിൻ്റെ റീസ്റ്റേറ്റ് ചെയ്തു, അതുമാതിരി പേയ്മെൻറ്റിൻ്റെയും ചെയ്തു. ആ 2 എമൗണ്ട് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പായിട്ട് എന്താ ചെയ്യേണ്ടത്? കാൽക്കുലേഷൻ ഓഫ് ആക്ച്വൽ ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആക്ച്വൽ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ സെയിൽസും കണ്ടുപിടിക്കണം, ടോട്ടൽ കോസ്റ്റും കണ്ടുപിടിക്കണം. ഈ സെയിൽസ് എന്ന് പറയുന്ന എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റിൽ തന്നിട്ടുള്ള എമൗണ്ടാണ്. ക്വസ്റ്റിൽ നമുക്ക് എത്ര തന്നിരിക്കുന്ന എമൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് 1,05,000 തന്നിട്ടുണ്ട് സെയിൽസിൽ, പിന്നെ 3,45,000 ഉണ്ട്. ആ 2 എമൗണ്ടും കൂട്ടിയിട്ട് വേണം നമ്മൾ എഴുതി വയ്ക്കാൻ. ആ 2 എമൗണ്ടും കൂട്ടിയിട്ട് നമുക്ക് എഴുതുന്ന സമയത്ത് ആൻസർ കിട്ടണത് അത് 2 കൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 4,50,000 ആണ് ആൻസർ. ഇനി കോസ്റ്റ് കൂട്ടുന്ന സമയത്ത് ആ 2 എമൗണ്ടും 3 എമൗണ്ട് ഉണ്ട് കോസ്റ്റിൻ്റെ. 2,50,000 പ്ലസ് 1,50,000 പ്ലസ് 2 ലാക്ക് ഇസ് ഈക്വൽ ടു എത്ര? 5,65,000 ആണ് കിട്ടുന്നത്. അത് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്ച്വൽ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കേണ്ടത്. ആക്ച്വൽ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് തന്നെ ഫേമിന് 2 ലക്ഷം ഇതാണ് ക്യാഷ് അറ്റ് ബാങ്ക് ആയിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ടോട്ടൽ സെയിൽസും ടോട്ടൽ കോസ്റ്റും അത് രണ്ടും മൈനസ് ചെയ്യുക. അതായത് 2 ലാക്കാണ് ഫേമിനുണ്ടായിരുന്ന ക്യാഷ് അറ്റ് ബാങ്ക് ഉള്ളത്. അപ്പോൾ 2 ലാക്ക് പ്ലസ് 4,50,000 മൈനസ് 5,65,000 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്ര? 85,000 ആണ് കിട്ടുന്നത്. ഓക്കെ, അത് കണ്ടുപിടിച്ചതിന് ശേഷം ഇനി അടുത്തത് എത്ര? എക്സ്പെക്റ്റഡ് ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, എക്സ്പെക്റ്റഡ് ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? 2,40,000
2,40,000 പ്ലസ് നമ്മുടെ എമൗണ്ട് വന്നിട്ട് 4,80,000 മൈനസ് 6,33,000 എന്ന് പറയുന്ന എമൗണ്ട്. അതായത് ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4,80,000 നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ 60,33,500 ഇവിടെ നിന്ന് കിട്ടിയതും പിന്നെ ആ എമൗണ്ട് 4,80,000 നമുക്ക് കിട്ടിയതും കൂടി മൈനസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഉത്തരം എഴുതി വെക്കേണ്ടത്. അപ്പോൾ കിട്ടണ എമൗണ്ടാണ് 1,66,066.67 ആണ് നമ്മുടെ എമൗണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആക്ച്വൽ ക്ലോസിംഗ് ബാലൻസും എക്സ്പെക്റ്റഡ് ക്ലോസിംഗ് ബാലൻസും, അതായത് ആക്ച്വൽ ക്ലോസിംഗ് ബാലൻസ് 85,000 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എക്സ്പെക്റ്റഡ് ക്ലോസിംഗ് ബാലൻസ് വന്നിട്ട് എത്രയാണ്? 1,16,666.67 അത് കിട്ടി. ആ എമൗണ്ട് നമ്മൾ എന്താണ് ഇനി ആ എമൗണ്ട് നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ പ്രൈസ് ചേഞ്ചിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കിട്ടിയത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ 65,000 മൈനസ് 1,60,000.67 ആണ്. അതിൽ നിന്നും മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എത്ര? 3,01,666.67 ആണ് കിട്ടുന്നത്. ആ എമൗണ്ടാണ് നമ്മുടെ ഇതൊരു നെഗറ്റീവ് ഫിഗർ ആയതുകൊണ്ട് തന്നെ ഫേം എക്സ്പീരിയൻസ്ഡ് എ ലോസ് ഓഫ് 3,16,666.67 ഡ്യൂ ടു ദ പ്രൈസ് ചേഞ്ച് കാരണം ഫേമിന് ഒരു ലോസ് സംഭവിച്ചു എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ലാസ്റ്റ് അസ്യൂം ചെയ്തിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം എഴുതേണ്ടത്. ആദ്യം നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം നമ്മൾ റീസ്റ്റേറ്റ് ചെയ്യണം. നമുക്ക് തന്നിട്ടുള്ള എമൗണ്ടുകളെല്ലാം റീസ്റ്റേറ്റ് ചെയ്യണം. ആദ്യം ഓപ്പണിംഗ് ബാലൻസ് റീസ്റ്റേറ്റ് ചെയ്തു, പിന്നെ നമ്മൾ സെയിൽസ് റീസ്റ്റേറ്റ് ചെയ്തിടണം. അത് മൂന്നും കൂട്ടിയിട്ട് എത്രയാണ് ടോട്ടൽ റീസ്റ്റേറ്റ് ചെയ്യുക. പിന്നെ പേയ്മെൻറ്റിൻ്റെ കേസിൽ വരുമ്പോൾ അത് റീസ്റ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ എമൗണ്ട് എഴുതി വയ്ക്കുക. അത് എഴുതിയതിന് ശേഷം നമ്മൾ അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ കണ്ടുപിടിക്കേണ്ടത് എക്സ്പെക്റ്റഡ് ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അത് രണ്ടും ആക്ച്വൽ ക്ലോസിംഗ് ബാലൻസിൽ നിന്നും എക്സ്പെക്റ്റഡ് ക്ലോസിംഗ് ബാലൻസ് മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടാണ് നമ്മുടെ ഫേമിന് എത്ര ലോസ് ആണോ അതായത് പ്രോഫിറ്റ് ആണോ എന്ന് കിട്ടിയിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കുക. അത് പ്രൈസ് ചേഞ്ച് കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് അസ്യൂം ചെയ്തിട്ട് എഴുതി വെക്കണം ലാസ്റ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 13ാമത്തെ ക്വസ്റ്റ്യനിൽ വന്നിട്ട് എന്താ ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഫോളോയിങ് സ്കീം ഓഫ് റീകൺസ്ട്രക്ഷൻ. അപ്പോൾ റീകൺസ്ട്രക്ഷൻ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് ആ ചാപ്റ്റർ. അപ്പോൾ ഒന്ന് നന്നായി നോക്കി പോകണം. ഹാസ് ബീൻ അപ്രൂവ്ഡ് ഫോർ വിൻ ലിമിറ്റഡിൻ്റെ റീകൺസ്ട്രക്ഷൻ്റെ സ്കീമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദ ഷെയർ ഹോൾഡേഴ്സ് ടു റിസീവ് ഇൻ ല്യൂ ഓഫ് ദെയർ പ്രസൻറ്റ് ഹോൾഡിംഗ് അറ്റ് 1,00,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച്. ദ ഫോളോയിങ് താഴെ പറയുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്താ ന്യൂ ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർസ് 10 ഇക്വിറ്റി ഷെയർസ് ഈക്വൽ ടു 3/4 ഓഫ് ദെയർ ഹോൾഡിങ്. അതായത് 10 രൂപയ്ക്ക് ഇക്വിറ്റി ഷെയർസുകൾ 3/4 ഓഫ് ദെയർ ഹോൾഡിങ്ങിലാണ് ഫുള്ളി പെയ്ഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ 10% ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഫുള്ളി പെയ്ഡ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് 1/5 ഓഫ് ദ എബോവ് ന്യൂ ഇക്വിറ്റി ഷെയർസ്. പിന്നെ സിയിൽ വന്നിരിക്കുന്നത് 40,000 8% ഡിബഞ്ചേഴ്സും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തത് വന്നിട്ട് an issue of ₹1,00,000 10% ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് വാസ് മെയ്ഡ് ആൻഡ് അലോട്ടഡ് പേയ്മെൻറ്റ് ഫോർ ദ സെയിം ബീങ് റിസീവ്ഡ് ഇൻ ക്യാഷ് വർത്ത് ഓഫ് ഫോർത്ത് വിത്ത്. അപ്പോൾ ഇവിടെ 1,00,000 എന്താ പറയണത് 1,00,000 അലോട്ട്മെൻറ്റ് ഡിബഞ്ചേഴ്സ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ എമൗണ്ട് നമുക്ക് അങ്ങനെ തന്നെ ഡയറക്റ്റ് എഴുതി വയ്ക്കാം. പിന്നെ ഗുഡ് വില്ലിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഗുഡ് വില്ല് വിച്ച് സ്റ്റുഡ് ₹1,40,000 വാസ് കംപ്ലീറ്റ്ലി റിട്ടേൺ ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതേ എമൗണ്ട് നമുക്ക് അവിടെ ഡയറക്റ്റ് എഴുതി വയ്ക്കാവുന്നതാണ്. പിന്നെ അതിൽ 4ാമത്തെ സബ് പോയിൻ്റ് വന്നിട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി വിച്ച് സ്റ്റുഡ് അറ്റ് ₹2,00,000 വാസ് റിട്ടേൺ ഡൗൺ ടു 1,50,000. അപ്പോൾ ഈ റിട്ടേൺ ഡൗൺ ചെയ്യുമ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 2,00,000 നിന്നും 1,50,000 മൈനസ് ചെയ്തിട്ടുള്ള എമൗണ്ട് അതായത് 50,000 ആണ് നമ്മൾ ജേർണൽ എൻട്രിക്ക് എടുത്തെഴുതേണ്ടത്. പിന്നെ വരുന്നത് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി which stood at ₹1,50,000 was written down by 50,000. Draw up the necessary journal entries in the books of Limitedൻ്റെ ജേർണൽ എൻട്രി ഇതാണെന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടിയിൽ നമുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ ചെയ്തിട്ടുള്ള എമൗണ്ട് അതായത് ഇവിടെ 50,000 ആണ് നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതി വയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കാം. അപ്പോൾ ഫസ്റ്റത്തെ നമ്മളെന്താ പറഞ്ഞത് ഇക്വിറ്റി ഷെയർസിൻ്റെ പറഞ്ഞു. ഇക്വിറ്റി ഷെയർസ് നമ്മളെന്താ ഫുള്ളി പെയ്ഡപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർസ് 10,000 1,00,000 ഇക്വിറ്റി ഷെയർസുകളാണ്. 1,00,000 ഷെയർ ഹോൾഡേഴ്സ് 1,00,000 ഷെയർസ് 10 രൂപയ്ക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1,00,000 ഷെയർസ് വന്നിട്ട് 10 രൂപയ്ക്ക് ചെയ്യുമ്പോൾ എത്ര 10,00,000 ഷെയറുകളായി മാറി. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര 10,00,000 ആണ്. അവിടെ ആദ്യത്തെ എമൗണ്ട് എഴുതി വെച്ചു. ഇനി 2 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ
rupees അക്കൗണ്ട്, അത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് ഈക്വൽ ടു എത്രയാണ് 60,000 ആണ്, 6 lakh ആണ് വന്നിരിക്കുന്നത്. ഈ 6 lakh എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, എ ന്യൂ ഫുള്ളി പെയ്ഡ് ₹10 ഇക്വിറ്റി ഷെയർസ് ഈക്വൽ ടു 3/4 ഓഫ് ദെയർ ഹോൾഡിങ്. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 10 lakh ഷെയർസുകളാണെന്ന് പറയുന്നുണ്ട്. 1 lakh ഷെയർസുകളാണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ അതായത് 10 lakh ഇൻറ്റു 3/5 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടാണ് നമുക്ക് 6 lakh. ആ 6 lakh എന്ന് പറയുന്ന എമൗണ്ടാണ് നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, അതായത് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം നമുക്കിവിടെ 6 lakh കിട്ടിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 6 lakhൻ്റെ ഇത് ചെയ്താൽ മതി. 6 lakhൻ്റെ കൂടെ നമ്മൾ എത്ര ഇവിടെ 1/5% റേഷ്യോയിലാണല്ലോ കൊടുക്കുന്നത്, 1/5 ചെയ്യുന്നത്. അപ്പോൾ 6 lakh ഇൻറ്റു 1/5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എത്രയാണ് 6 lakh കിട്ടും. അല്ല 1,20,000 കിട്ടും. ഇനി ഡിബഞ്ചർ പറഞ്ഞു നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതി വെക്കാം. 40,000 ആണ് ഡിബഞ്ചർ വന്നിരിക്കുന്നത്, ഡയറക്റ്റ് എഴുതി വെച്ചോ. അപ്പോൾ റീകൺസ്ട്രക്ഷൻ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ 6 lakh പ്ലസ് 1,20,000 40,000 ഈ മൂന്നും കൂട്ടിയിട്ട് നമ്മുടെ ഷെയർ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് റീകൺസ്ട്രക്ഷനായിട്ട് കൊടുക്കുന്നത്. ഇത് 2,40,000 റീകൺസ്ട്രക്ഷനായിട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്ന സമയത്ത് എന്താ ബീയിങ് ന്യൂ ഇക്വിറ്റി ഷെയർസ് അവിടെ എഴുതി വെച്ചു. അതായത് നമ്മൾ പുതിയ ഇക്വിറ്റി ഷെയർസ് എത്ര 6 ലക്ഷം എഴുതി വെച്ചു. പിന്നെ 10% പ്രിഫറൻസ് ഷെയർസ് 1,20,000, പിന്നെ 8% ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ആൻഡ് ബാലൻസ് എന്താ 2,40,000 ട്രാൻസ്ഫേർഡ് ടു റീകൺസ്ട്രക്ഷൻ അക്കൗണ്ട് ആസ് പെർ ദ സ്കീം പ്രകാരം നമ്മൾ റീകൺസ്ട്രക്ഷൻ അക്കൗണ്ടിൽ കൊടുക്കുന്നു. അതാണ് നമ്മുടെ റീകൺസ്ട്രക്ഷൻ അക്കൗണ്ടിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ പറഞ്ഞു ഡിബഞ്ചറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ തന്നെ വായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എത്രയാണ് ആൻ ഇഷ്യൂ ഓഫ് എത്ര ₹1 lakh 10% first debentures was made and allotted payment for the same being received in cash fourth പറഞ്ഞു. അപ്പോൾ പറഞ്ഞു 1 lakh തന്നെ നമ്മൾ ഡയറക്റ്റ് എഴുതി വയ്ക്കുക. അതായത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു 10% ഫസ്റ്റ് ഡിബഞ്ചർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ 1 lakh എഴുതി വെച്ചു, ക്രെഡിറ്റ് സൈഡിൽ 1 lakh എഴുതി വെച്ചു. അതായത് എന്താണ് അതിൻ്റെ ഇത് എഴുതുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് എഴുതുന്ന സമയത്ത് എന്താണ് ബീയിങ് എമൗണ്ട് റിസീവ്ഡ് ഓൺ ഇഷ്യൂ ഓഫ് 10% ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് ഫോർ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എമൗണ്ട് റിസീവ്ഡ് ചെയ്തതിൻ്റെ ജേർണൽ എൻട്രി ആയിട്ട് എഴുതി വയ്ക്കുന്നു. പിന്നെ ബീയിങ് അലോട്ട്മെൻറ്റ് ഓഫ് 10% ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് അതിൻ്റെ ജേർണൽ എൻട്രി വരുന്നത് എത്ര 10% ഫസ്റ്റ് ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അതെത്ര അതും 1 lakh എഴുതി വെച്ചിട്ട് എന്താണ് ടു ഫസ്റ്റ് ഡിബഞ്ചർ അക്കൗണ്ട് 1 lakh എഴുതി വെച്ചു. ഓക്കെ, അപ്പം 3 ജേർണൽ എൻട്രീസ് നമ്മൾ എഴുതി വെച്ചു. ഇനി 4ാമത്തെ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുഡ് വില്ലിൻ്റെ കേസിലും പ്ലാന്റ് ആൻഡ് മെഷീനറി ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീൻ്റെ കേസിലും. അതായത് ഗുഡ് വില്ലിൻ്റെ കേസിൽ നമ്മൾ ഡയറക്റ്റ് 1,40,000 എഴുതി വയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാന്റ് ആൻഡ് മെഷീനറി പറഞ്ഞു നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി എത്ര 2 lakh ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും റിട്ടേൺ ഡൗൺ ചെയ്ത് എത്ര 1,50,000. അപ്പോൾ ബാക്കി 50,000 ആണ് അവിടെ എഴുതുള്ളൂ പറഞ്ഞു. ഓക്കെ, പിന്നെ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീൻ്റെ കേസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ 50,000 ആണ് എഴുതാൻ പാടുള്ളൂ എന്ന് പറയാം. ഇത് മൂന്നും കൂട്ടിയിട്ട് നമ്മൾ എഴുതി വയ്ക്കാം. മൂന്നും കൂട്ടിയിട്ട് നമുക്ക് ഏതാനും സമയത്താണ് കിട്ടണത് എമൗണ്ട് 2,40,000 നമ്മൾ ഡയറക്റ്റ് എഴുതി വയ്ക്കും. റീകൺസ്ട്രക്ഷൻ്റെ എഴുതി വയ്ക്കുന്നതാണ് ബീയിങ് റീകൺസ്ട്രക്ഷൻ അക്കൗണ്ട് യൂട്ടിലൈസ്ഡ് ഫോർ റിട്ടേൺ ഓഫ് ഗുഡ് വിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി ആസ് പെർ ദ സ്കീം. അത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജേർണൽ എൻട്രി കംപ്ലീറ്റ് ആയി. ക്വസ്റ്റ്യനിൽ ജേർണൽ എൻട്രി ഫുള്ള് കംപ്ലീറ്റ് ആയി. അപ്പോൾ നേരെ വായിക്കുക ഇക്വിറ്റി ഷെയറിൻ്റെ എത്രയാണ് ചെയ്തത് പ്രിഫറൻസ് ഷെയറിൻ്റെ ഡിബഞ്ചേഴ്സിൻ്റെ ആ റീകൺസ്ട്രക്ഷൻ്റെ ഫസ്റ്റ് ജേർണൽ എൻട്രി എഴുതി വയ്ക്കുക. പിന്നെ നമ്മൾ ഡിബഞ്ചറിൻ്റെ കേസ് പറഞ്ഞു, അലോട്ട്മെൻറ്റ് നടത്തിയ കേസും പിന്നെ റിസീവ് ചെയ്തതിൻ്റെ കേസും വെച്ചിട്ട് നമ്മൾ എഴുതി വയ്ക്കണം. പിന്നെ റീകൺസ്ട്രക്ഷൻ ഗുഡ് വില്ലിൻ്റെയും പ്ലാന്റ് ആൻഡ് മെഷീനറി അതിൻ്റെ 3 എഴുതി വെച്ചിട്ട് നമ്മൾ റീകൺസ്ട്രക്ഷൻ അക്കൗണ്ടിൽ എമൗണ്ട് എഴുതി വയ്ക്കുന്നു. ബാക്കി അത് എഴുതി കഴിഞ്ഞ് നമ്മുടെ 13ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ് കോൺസെപ്റ്റ് ഓഫ് CPPA പറഞ്ഞിട്ട് കോൺസെപ്റ്റിൻ്റെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കുക. അതിൻ്റെ തിയറീൻ്റെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ചെയ്യുക, കമൻറ്റിൽ എഴുതിക്കോളൂ കേട്ടോ. ഇനി പാർട്ട് C വന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ പാർട്ട് Bയിൽ വരെയുള്ളതിലാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര 9ാമത്തെ ക്വസ്റ്റ്യൻ 12 13 14 13 അത്ര ക്വസ്റ്റ്യനാണ് തന്നിട്ടുള്ളത്. 1 2 3 ക്വസ്റ്റ്യൻസ് തിയറി 3 ക്വസ്റ്റ്യൻ പ്രോബ്ലം തന്നിട്ടുണ്ട്. ബാക്കി 3 തിയറിയും തന്നിട്ടുണ്ട്. ഇനി പാർട്ട് Cയിൽ വന്നിട്ട് 15ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അമാൽഗമേഷൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ നോക്കണില്ല, അതിൽ ചെറിയൊരു ഡൗട്ടുള്ളത് കൊണ്ട് അതിപ്പോൾ തൽക്കാലം ഞാൻ നോക്കില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. ക്വസ്റ്റ്യൻ കാണിക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് തന്നെ ചെയ്ത് നോക്കാം.
ഇത് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് എഴുതി നോക്കിക്കോളൂ, അല്ലെങ്കിൽ വായിച്ച് നോക്കിയിട്ട് ഇതിന് ഉത്തരങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്രയാണ്? ഇനി അടുത്ത് 16ാമത്തെ ഒരു ക്വസ്റ്റ്യനാണ്. 16ാമത്തെ ക്വസ്റ്റ്യന്, ഇൻ 2001 മിസ്റ്റർ വൈ ലിമിറ്റഡ് ഇഷ്യൂഡ് 12% ഫുള്ളി പെയ്ഡ് ഡിബഞ്ചേഴ്സ് ₹100 each and interest being payable half yearly on 30th September and 31st March of every accounting year. On 1st December 2002 Mr. Bull and Beer purchased 10,000 of this debentures at ₹101 cum interest prices, also paying a brokerage of at ₹1% of cum interest amount of the purchases. അതായത് എന്ന് പറഞ്ഞാൽ December 1, 2002 ബുൾ ആൻഡ് ബിയർ എന്താ 10,000 ഡിബഞ്ചേഴ്സ് എത്രയും ₹101 പർച്ചേസ് ചെയ്തു. ആൻഡ് 1% ബ്രോക്കറേജും പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പർച്ചേസ് ചെയ്ത സമയത്തൊക്കെ. ഇനി March 1, 2003 അതായത് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം എന്താണ് ഫേം സോൾഡ് ആൾ ദിസ് ഡിബഞ്ചേഴ്സ് അറ്റ് ₹106 എന്താ ക്യൂം പ്രൈസസ് ₹106 എന്താണ് വിറ്റു. അതായത് ഈ ഷെയർ അതായത് 10,000 ഷെയറുകൾ എത്ര ₹106 വിറ്റു. ആൻഡ് ഓൾസോ എന്താ പേയിങ് എ ബ്രോക്കറേജ് അറ്റ് 1% ഓഫ് ക്യൂം ഇൻട്രസ്റ്റ് എമൗണ്ട്. അപ്പോഴും നമ്മളെന്താണ് ഇൻട്രസ്റ്റ് എമൗണ്ട് പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഇനി പ്രിപ്പയർ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് മിസ്റ്റർ ബുൾ ആൻഡ് ബിയർ ഫോർ ദ പീരീഡ് 1 December 2002 to March 1, 2003. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ടേബിൾ നമുക്ക് വരയ്ക്കാം. ആദ്യം ഡേറ്റ് വരയ്ക്കണം, പിന്നെ പർട്ടിക്കുലർ, പിന്നെ നോമിനൽ വാല്യൂ, പിന്നെ ഇൻട്രസ്റ്റ്, കോസ്റ്റ്, ഡേറ്റ്, പർട്ടിക്കുലർ, നോമിനൽ വാല്യൂ, ഇൻട്രസ്റ്റ്, കോസ്റ്റ് വരയ്ക്കാം. ഇൻ ദ ബുക്സ് ഓഫ് ബുൾ ആൻഡ് ബിയർ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ പീരീഡ് ഫ്രം 1 December 2002 ടു March 1, 2003. അപ്പോൾ ഫസ്റ്റ് ഡേറ്റ് വന്നിട്ട് എത്രയാണ്? ഫസ്റ്റ് ഡേറ്റ് 1/12/2002 പറഞ്ഞു. 1/12/2002 നമ്മളിത് പർച്ചേസ് ചെയ്തത്. 1/2/2012 പർച്ചേസ് ചെയ്തു. പർട്ടിക്കുലർലി ടു ബാങ്ക് അക്കൗണ്ട് വന്നിട്ട് എത്രയാണ്? 10,000 ഡിബഞ്ചേഴ്സ് ₹100 വാങ്ങി. അപ്പോൾ എത്രയാണ്? 10 lakh ആയല്ലോ. അപ്പോൾ 10 lakh ആണ് നോമിനൽ വാല്യൂ വന്നിട്ടുള്ളത്. ഇനി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വർക്കിംഗ് നോട്ടിൽ ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണത്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? 10,000 ഷെയർ ഡിബഞ്ചേഴ്സ് ആണ് പറഞ്ഞു, ഇൻറ്റു ₹100 ഇൻറ്റു 12% ഡിബഞ്ചേഴ്സ് ആണ്, ഇൻറ്റു 2/12 12 മാസം. ഇവിടെ 2 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2/12 എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2/12 2 മാസത്തേക്കുള്ള കണക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 2 മാസത്തേക്കുള്ള കണക്കെന്ന് പറയുമ്പോൾ ഡിസംബറിലാണ് വാങ്ങിയിട്ടുള്ളത് പറഞ്ഞു. പിന്നെ അത് നമ്മൾ വിറ്റത് എത്രയാണ്? 2003 മാർച്ചിലാണ് വിറ്റതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ 1 October ആൻഡ് November ആ 2 മാസം വെച്ചിട്ടാണ് നമ്മളിവിടെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. 2 മാസത്തിലോട്ട് വെച്ചിട്ട് കൺവേർട്ട് ചെയ്തിരിക്കും. അപ്പോൾ 10 lakh ഇൻറ്റു 12% ഇൻറ്റു 2/12 ചെയ്ത് കഴിഞ്ഞാൽ എത്ര? 20,000 ആണ് നമുക്ക് കിട്ടുന്നത്. ഈ 20,000 ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് വാല്യൂ ആയിട്ട് എഴുതി വെക്കേണ്ടത്. ഓക്കെ, ഇനി കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വർക്കിംഗ് നോട്ട് ചെയ്യുക. കോസ്റ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു എത്ര? 10 lakh ഷെയർ 10,000 ഷെയർ ഇൻറ്റു ₹101 ചെയ്യുമ്പോൾ എത്ര? 10,10,000 കിട്ടും. 10,10,000 ആണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്. പ്ലസ് ബ്രോക്കറേജ് അതായത് 1% ഓഫ് എത്രയാണ് ഇപ്പോൾ കിട്ടിയ എമൗണ്ട് അല്ലോ 10,10,000 കൂടെ 1% നമ്മൾ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് എത്ര? 10,100 കിട്ടും. അത് നമ്മൾ കൂട്ടുക. അതിൽ നിന്നും ഇപ്പോൾ കിട്ടിയ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അതായത് 20,000 അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 10,100 കിട്ടും. അല്ല 10,100 കിട്ടും. അതാണ് നമ്മളിവിടെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ വിറ്റ കേസിൻ്റെ കാര്യം പറയണം, അതായത് സോൾഡ് ചെയ്ത കേസിൻ്റെ കാര്യം പറയണം. അതായത് 1/3/2003 നമ്മളിത് വിറ്റത് ബൈ ബാങ്ക് അക്കൗണ്ട് എത്രയാണ്? അപ്പോൾ 10,000 ഷെയർ തന്നെയാണല്ലോ അപ്പോഴും നമ്മൾ വിറ്റത്. ആ ഫുൾ ഷെയർ തന്നെ വിറ്റു എന്ന് പറഞ്ഞപ്പോൾ എത്രയാണ്? 10 lakh ആണ് നമ്മുടെ നോമിനൽ വാല്യൂ വന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ കേസിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വർക്കിംഗ് നോട്ട് ചെയ്യുക. സെയിൽസ് പ്രൈസ് എഴുതി വെക്കണം. ആദ്യം നമ്മൾ എത്രയാണ് ചെയ്യേണ്ടത്? 10,000 ഇൻറ്റു 106 ചെയ്യുമ്പോൾ എത്രയാണ്? 1,60,000 ആണ് നമുക്ക് സെയിൽസ് പ്രൈസ് വരുന്നത്. ബ്രോക്കറേജ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ കാര്യം ശ്രദ്ധിക്കേണ്ടത് മൈനസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ബ്രോക്കറേജ് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് മൈനസ് ചെയ്യും. 1% 10,60,000 ചെയ്യുമ്പോൾ 10,600 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതേമാതിരി തന്നെ ഇവിടെ ചെയ്യുക. അതായത് 1 lakh ആണ്. അതായത് 10,000 ഷെയർ ഇൻറ്റു 100 ചെയ്യുമ്പോൾ 1 lakh ഇൻറ്റു 12% ഇൻറ്റു 5/12 ചെയ്യുക. അപ്പോൾ 50,000 കിട്ടും.
ഈ 5/12 എന്ന് പറയുന്നത് എത്രയാണ്, നമ്മുടെ മന്താണ്. ഇവിടെ 5 മാസങ്ങളാണ് വരുന്നത്. ഇത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, അങ്ങനെ 5 മാസത്തേക്കാണ് വരുന്നത്. അതായത് നമ്മൾ എത്ര ഫസ്റ്റ് മാർച്ചിനാണല്ലോ വിറ്റത്, അപ്പോൾ അതുവരെയുള്ള എമൗണ്ട്, അതുവരെയുള്ള മാസത്തെ ഇൻട്രസ്റ്റാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ 5/12 ചെയ്യുന്ന സമയത്ത് 50,000 കിട്ടും. ആ 50,000 നമ്മളിവിടെ ഇൻട്രസ്റ്റ് കോളത്തിൽ എഴുതി വെച്ചു. ഇനി ബാക്കി നമ്മൾ ഇവിടെ എത്രയാണ്, നമുക്ക് ഇത് മൂന്നും സെയിൽസ് പ്രൈസിൽ നിന്നും ബ്രോക്കറേജ് മൈനസ് ചെയ്യണോ, ബ്രോക്കറേജിൽ നിന്നും ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടുന്നത്, 9,04,000 ആണ് കിട്ടുന്നത്. 9,04,000 നമ്മളിവിടെ കോസ്റ്റ് കോളത്തിൽ എഴുതി വെക്കുന്നു. ഓക്കെ, കോസ്റ്റ് കോളത്തിൽ എഴുതി വെക്കുന്നു. പിന്നെ നമ്മൾ ബാലൻസിങ് ഫിഗർ ആയിട്ട് എഴുതി വെക്കുകയാണ്. ഇവിടെ 1 lakh, ആദ്യത്തെ നമ്മുടെ 1/3/2003 എഴുതുന്ന സമയത്ത് 10 lakhനെ നമുക്ക് നോമിനൽ വാല്യൂവിൻ്റെ അവിടെ എഴുതി വെക്കുന്നു. പിന്നെ വരുന്നത് എത്രയാണ്, ഇവിടെ എത്രയാണ് 10,100,000 എഴുതി വെച്ചു. പിന്നെ അപ്പോൾ ഇവിടെ ഒരു ബാലൻസിങ് ഫിഗർ എഴുതാണ്ട്, പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പുറത്തും 10 lakh നമ്മൾ എഴുതി വെച്ചു. പിന്നെ 50,000 അവിടെ എഴുതി വെച്ചു. പിന്നെ 9,94,000 എന്ന് പറഞ്ഞിട്ട് ഒരു എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എത്രയാണ് 10,100,000 നിന്നും ബാക്കി എമൗണ്ട് ബാലൻസിങ് ഫിഗർ 700 നമ്മളിവിടെ എഴുതി വെക്കുന്നു. കോസ്റ്റ് കോളത്തിൽ എഴുതി വെക്കുന്നു. അതായത് 1/3/2003 എന്ന ഡേറ്റിൽ ബൈ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിൽ കോളത്തിൽ നമ്മൾ ബാലൻസിങ് ഫിഗർ എഴുതി വെക്കുന്നു. അതേമാതിരി തന്നെ ഇവിടെ ഇൻട്രസ്റ്റ് കോളത്തിൽ എത്ര 1/3/2003 ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 30,000 നമ്മളവിടെ ബാലൻസിങ് ഫിഗർ എഴുതി വെക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ടത്. ആദ്യം ക്വസ്റ്റ്യനിൽ വായിച്ച് നോക്കുക, എത്ര ഷെയറാണ് തന്നിരിക്കുന്നത്, എപ്പോഴാണ് വാങ്ങിയത്, എപ്പോഴാണ് വിറ്റത്, പിന്നെ ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്, പിന്നെ ബ്രോക്കറേജ് ഉണ്ടെങ്കിൽ അത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഡേറ്റ് നോക്കുക, അതായത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിൻ്റെ കേസ് നോക്കി. ഇവിടെ ഇപ്പോൾ മാർച്ചിനാണ് വിറ്റത്, അപ്പോൾ മാർച്ച് വരെ ഉള്ളത് നോക്കിയിട്ട് നമ്മൾ എത്ര എഴുതുക, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി പറഞ്ഞിട്ട് നമ്മൾ 5 മാസം വെച്ചിട്ട് നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ഉത്തരം എഴുതി വെച്ചു. ഓക്കെ, അപ്പോൾ ഈ വർക്കിംഗ് നോട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഒപ്പം ചെയ്യണം, എന്നാലാണ് കറക്റ്റ് ഫുള്ള് മാർക്ക് കിട്ടുള്ളൂ. പിന്നെ ഇവിടെ 30,000 നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. അതായത് 1/3/2003 ഇൻട്രസ്റ്റ് എമൗണ്ട് ഇത്രയും 3 മാസത്തേക്കുള്ളതാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിസംബർ 2002 ടു 28 ഫെബ്രുവരി 2003 വരെ ഉള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റ് എത്രയാണ് 1 lakh ഇൻറ്റു 12% ഇൻറ്റു 3/12 ചെയ്ത് കഴിഞ്ഞാൽ 30,000. അങ്ങനെയാണ് ഇവിടെ ഈ ബാലൻസിങ് ഫിഗർ നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ബേക്കർ ലിമിറ്റഡ് വെൻറ്റ് ഇൻ ടു എ വോളണ്ടറി ലിക്വിഡേഷൻ. അപ്പോൾ ലിക്വിഡേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ലിക്വിഡേറ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യാൻ പഠിക്കണം. ദ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ലിക്വിഡേഷൻസ് ആർ ആസ് ഫോളോസ്. ഷെയർ ക്യാപിറ്റൽ എത്രയാണ് പറയുന്നത്, അതായത് ഫസ്റ്റ് 2,000 8% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 ഈച്ച് ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലാസ് എയിൽ പറയുന്നത് എത്രയാണ് 2,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച് അറ്റ് 75 പെയ്ഡപ്പ്. ഇപ്പോൾ ഇവിടെ 75 പെയ്ഡപ്പാണ് കൊടുത്തിരിക്കുന്നത്, 100 കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്ലാസ് ബിയിൽ പറയുമ്പോൾ എത്രയാണ് 16,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച് 60 പെയ്ഡപ്പാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലാസ് സി 1,600 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹100 ഈച്ച് 50 പെയ്ഡപ്പാണ് കൊടുത്തിരിക്കുന്നത്. അസറ്റ് ഇൻക്ലൂഡിംഗ് മെഷീനറി റിയലൈസ്ഡ് ₹4,20,000. ലിക്വിഡേഷൻ എക്സ്പെൻസ് എമൗണ്ട് ടു 50,000. അപ്പോൾ ഈ ലിക്വിഡേഷൻ എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെക്കേണ്ടത്, അതായത് പേയ്മെൻറ്റ് സൈഡിൽ നമുക്ക് എഴുതി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നോക്കണം. പിന്നെ ബേക്കർ ലിമിറ്റഡ് ഹാസ് ബോറോഡ് എ ലോൺ ഓഫ് ₹50,000 ഫ്രം പട്ടേൽ ബ്രദേഴ്സ് എഗെയിൻസ്റ്റ് ദ മോർഗേജ് ഓഫ് മെഷീനറി വിച്ച് റിയലൈസ്ഡ് എത്ര 80,500. അപ്പോൾ ഈ 80,500 രൂപ നമ്മൾ നോട്ട് ചെയ്യണം. അതായത് അസറ്റ് മെഷീനറിയിൽ നിന്നും റിയലൈസ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് 80,500. പിന്നെ അസറ്റിൽ നിന്ന് അസറ്റ് ഇൻക്ലൂഡായിട്ട് മെഷീനറി ഇൻക്ലൂഡായിട്ട് റിയലൈസ് ചെയ്തത് 4,20,000. അപ്പോൾ അതിൽ നിന്നും മൈനസ് ചെയ്തിട്ട് വേണം ബാക്കി വരുന്ന അസറ്റുകൾ റിയലൈസ് ചെയ്തത് എത്രയെന്ന് എഴുതി വയ്ക്കാൻ. പിന്നെ ഇവിടെ ബോറോഡ് ലോൺ ഫ്രം പട്ടേൽ ബ്രദേഴ്സ് എഗെയിൻസ്റ്റ് മോർഗേജ് ഓഫ് മെഷീനറി പറഞ്ഞിട്ട് 50,000 പറയുന്നുണ്ട്. അത് നമ്മുടെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി വെക്കണം. അതായത് ആ ടേബിളിൽ നമുക്കറിയാം സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 50,000 എഴുതി വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടി ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നോക്കണം. ഇൻ ദ ബുക്സ് ഓഫ് കമ്പനി സാലറി ഫോർ ക്ലർക്ക് ഫോർ 4 months അറ്റ് എ റേറ്റ് ഓഫ് 250 per month. അതായത് 4 ക്ലർക്കിന് 4 മാസത്തേക്ക് 150 രൂപ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ സാലറി ഫോർ പ്യൂൺസിന് വേണ്ടിയിട്ട് എത്ര 3 months വേണ്ടിയിട്ട്
150 രൂപയാണ് മന്ത് ആർ ഔട്ട്സ്റ്റാൻഡിങ്. അതായത് 150 രൂപ വെച്ചിട്ട് 3 മാസത്തേക്ക് 4 പ്യൂൺസിന് കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദിസ് കമ്പനി ബുക്ക് ഷോസ് ദ ക്രെഡിറ്റേഴ്സ് വർത്ത് ഓഫ് 88,200. ക്രെഡിറ്റേഴ്സ് വർത്ത് 88,200 പറയുന്നുണ്ട്. അതായത് എന്താണ്, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സാണ് അവിടെ പറയുന്നത്. അപ്പോൾ 88,200 ആണ് നമ്മുടെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സായിട്ട് വരുന്നത്. പിന്നെ പ്രിപ്പയർ ലിക്വിഡേറ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റിസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്. അപ്പോൾ ലിക്വിഡേറ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച സമയത്ത് തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ നോട്ടീസ് ചെയ്യും. ഇവിടെ ലിക്വിഡേഷൻ എക്സ്പെൻസ് തന്നിട്ടുണ്ട്, പിന്നെ അസറ്റ് റിയലൈസ് ചെയ്ത സമയത്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മെഷീനറി എത്ര റിയലൈസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. പിന്നെ ക്ലർക്കിന് പൈസ കൊടുത്തത്, പിന്നെ പ്യൂൺസിന് എത്ര പൈസ കൊടുത്തിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ഇവിടെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് പറയുന്നുണ്ട്. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എത്ര 88,200 പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നോക്കേണ്ടത് എത്രയാണ്, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് പറയണത് 50,000. അതായത് ബോറോഡ് ലോൺ ഫ്രം പട്ടേൽ ബ്രദേഴ്സ് പറഞ്ഞിട്ട് 50,000 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. അത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ലിക്വിഡേറ്റേഴ്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ടേബിൾ എങ്ങനെയായിട്ട് വരയ്ക്കാം. അതായത് റെസിപ്റ്റ് കോളം വേണം, ഒരു എമൗണ്ട് കോളം, പേയ്മെൻറ്റ് കോളം ആൻഡ് എമൗണ്ട് കോളം. ഓക്കെ, അപ്പോൾ അസറ്റ് റിയലൈസ്ഡ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു 80,500 മെഷീനറി റിയലൈസ് ചെയ്തിട്ടുണ്ട്. 4,80,000 ആയിരുന്നു മൊത്തത്തിലുള്ള അതിൽ നിന്നും മെഷീനറി റിയലൈസ് ചെയ്തത് 80,500 പറഞ്ഞു. അപ്പോൾ ബാക്കി അസറ്റ് അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് എത്ര 3,39,500 നമ്മൾ എഴുതി വെച്ചു. അപ്പോൾ ആ റെസിപ്റ്റ് സൈഡിൽ എഴുതി വെക്കേണ്ടത് അസറ്റ് റിയലൈസ് ചെയ്തിട്ടുള്ളത്, അതായത് മെഷീനറിയും അതർ അസറ്റും അതിൻ്റെ രണ്ടിൻ്റെ എമൗണ്ട് എഴുതി വെക്കുന്നു. ഓക്കെ, ഇനി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് പറഞ്ഞു. ഇപ്പോൾ 50,000 നമ്മളപ്പോൾ തന്നെ എഴുതി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ലിക്വിഡേറ്റേഴ്സിൻ്റെ എക്സ്പെൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 50,000 തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞല്ലോ, അതായത് ക്ലർക്കിന് സാലറി കൊടുത്തതും പ്യൂണിൻ്റെ സാലറി കൊടുത്തതും അതെല്ലാം പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന ഐറ്റത്തിൽ വരുന്നതാണ്. അതായത് ക്ലർക്കിന് സാലറി കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു 4 ക്ലർക്കിന് 4 മാസത്തേക്ക് എത്ര 250 ആണ് പറഞ്ഞത്. അപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് 4,000 ആണ് നമുക്ക് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, അതായത് ക്ലർക്കിൻ്റെ സാലറിയിൽ വരുന്നത്. പിന്നെ പ്യൂൺസിൻ്റെ സാലറിയിൽ വരുന്നത് എത്രയും 4 മാസത്തേക്കാണ്, അതും 150 ആണ് പറഞ്ഞത്. ഇൻറ്റു എത്രയാണ് 3 ക്ലർക്കിന് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എത്ര 1,800 രൂപ. അപ്പോൾ 4,000 + 1,800 പറയുമ്പോൾ എത്രയാണ് 5,800 രൂപയാണ് നമുക്ക് അവിടെ വരുന്നത്. പിന്നെ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് പറഞ്ഞു, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് എത്ര 88,200 രൂപയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന എത്ര എമൗണ്ട് പറഞ്ഞത്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ എമൗണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 100 രൂപ വെച്ചിട്ട് എത്രയാണ് 2,000 പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 8% വെച്ചിട്ട്. അപ്പോൾ അത് എത്രയും 2,000 × 100 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും 2 lakh. ആ 2 lakh എമൗണ്ടാണ് നമ്മളിവിടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ കൊടുക്കുന്ന സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതിന് വർക്കിംഗ് നോട്ട് ചെയ്യണം. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് എമൗണ്ട് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് അവൈലബിൾ ആകുന്നതിൻ്റെ വർക്കിംഗ് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ടോട്ടൽ റെസിപ്റ്റ് ആദ്യം നമ്മൾ കൂട്ടിയിട്ട് ഇപ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, ലിക്വിഡേഷൻ എക്സ്പെൻസസ്, പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് പ്ലസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഇതെല്ലാം കൂട്ടിയിട്ട് ടോട്ടൽ റെസിപ്റ്റിൽ നിന്നും അത് മൈനസ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ റെസിപ്റ്റ് നമ്മൾ ഈ ടേബിൾ വരച്ചപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്. എത്രയാണ് 4,20,000 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട്. 4,20,000 റെസിപ്റ്റ്, അതായത് ടോട്ടൽ റെസിപ്റ്റ് ഉണ്ട്. പിന്നെ ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് 50,000 ഉണ്ട്. പിന്നെ ലിക്വിഡേഷൻ എക്സ്പെൻസ് 50,000. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് വരുന്നത് 5,800 രൂപ. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് 88,200 വരുന്നുണ്ട്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് 2 lakh. അപ്പോൾ ആ ഈ 4,20,000 രൂപയിൽ നിന്നും നമ്മൾ എന്താ ചെയ്യുന്നത്, 4,20,000 രൂപയിൽ നിന്നും ഈ ബാക്കിയുള്ള പേയ്മെൻറ്റ് സൈഡിലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് വരെയുള്ളതെല്ലാം കൂട്ടിയിട്ട് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എത്രയാണ് 61,000, അതായത് 61,000 ആണ് നമുക്ക് കിട്ടുന്നത്. ഈ എമൗണ്ട് നമ്മൾ നോക്കി വയ്ക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എത്രയാണ് 2,000 ഇക്വിറ്റി ഷെയർ എത്രയാണ് 75 പെയ്ഡപ്പ് വെച്ചിട്ട് കൊടുക്കുന്നത് ക്ലാസ് എയിൽ. ക്ലാസ് ബിയിൽ വന്നിട്ട് 1,600 ഇക്വിറ്റി ഷെയർസിന് എത്രയാണ് 60 പെയ്ഡപ്പ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ക്ലാസ് സിയിൽ വന്നിട്ടോ 1,400 ഷെയർസ് ഇക്വിറ്റി ഷെയർസിന് എത്രയാണ് 50 പെയ്ഡപ്പ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അതപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണം. ഇവിടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ചെയ്തിട്ട് ക്ലാസ് എ പറഞ്ഞിട്ട് 2,000 × 75 = 1,50,000 എഴുതി വെച്ചു. ക്ലാസ് ബിയിൽ വന്നിട്ട് 1,600 × 60 പറഞ്ഞ എത്ര 96,000 എഴുതി വെച്ചു. ക്ലാസ് സി 14,000 × 50 ചെയ്യുന്ന സമയത്ത് 70,000 ചെയ്തു. അപ്പോൾ എത്രയാണ്
നമ്മുടെ കയ്യിൽ മൊത്തം അവൈലബിൾ ആയിട്ട്, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ പൈസ എത്രയാണ് ആകെ നമ്മുടെ കയ്യിലുള്ളത്? എത്ര? 61,000 ആണ് ഉള്ളത്. ഓക്കെ, വർക്കിംഗ് നോട്ടിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. റെസിപ്റ്റിൽ നിന്നും പേയ്മെൻറ്റ്സ് കുറയ്ക്കുമ്പോൾ ബാക്കി എമൗണ്ട് വന്നിട്ട് 61,000 ആണ് ഉള്ളത്. പക്ഷേ നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ, ക്ലാസ് എയിൽ വന്നിട്ട് എത്ര? 1,50,000 ക്ലാസ് ബിയിൽ 96,000 ക്ലാസ് സിയിൽ 70,000 ആണ് നമ്മുടെ ഇതിലുള്ളത്. അതായത് ഇവർക്ക് കൊടുക്കേണ്ട എമൗണ്ട് ഇത്രയാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ ആകുള്ളത് എത്ര? 61,000 ആണ്. അപ്പോൾ അത് നമുക്ക് എന്താണ്, അവർക്ക് കൊടുക്കാൻ, അതായത് ഓരോ എൻടൈറ്റിൽമെൻറ്റിനും കൊടുക്കാനുള്ള എമൗണ്ട് നമ്മുടെ കയ്യിൽ അത്ര ഇല്ല. അപ്പോൾ 61,000 രൂപയാണ്. അപ്പോൾ ഇതിൽ 61,000 പറയുമ്പോൾ എത്ര? 150,000 കൊടുക്കുമ്പോൾ അത് എത്ര എമൗണ്ട് കറക്റ്റ് അല്ല എന്ന് പറയണത്. അവർക്ക് കൊടുക്കാൻ അത്ര എമൗണ്ട് ഇവരുടെ കയ്യിലില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ 96,000 ആണ്, പിന്നെ 70, അതിലൊന്നും നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ട് ഇല്ല. ഇത് മൊത്തം കൂട്ടി നോക്കിയിട്ട് അതിൻ്റെ ഫ്രാക്ഷൻ ചെയ്യുകയാണെങ്കിൽ കൂടി നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് കൊടുക്കാനില്ല. ഓക്കെ, അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് കൊടുക്കാനില്ല. അതായത് ഈ ലാസ്റ്റ് നമ്മൾ ഇവരെല്ലാവർക്കും കൊടുത്തതിന് ശേഷമാണല്ലോ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. അപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എമൗണ്ട് കൊടുക്കാനില്ലാത്തത് കൊണ്ട് തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് എന്താ ഇവിടെ ഒന്നും എഴുതി വെക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വർക്കിംഗ് നോട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എഴുതി വയ്ക്കുക, സിൻസ് ദ റിമൈനിങ് എമൗണ്ട് ഈസ് ഓൺലി 61,000 റുപ്പീസ് ആയതുകൊണ്ട് തന്നെ ദർ വിൽ ബി നോ പേയ്മെൻറ്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഒരു പേയ്മെൻറ്റും നടത്തുന്നില്ല എന്ന് എഴുതി വയ്ക്കുക. ഓക്കെ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് നടത്തുന്നില്ല പറഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ഇതെല്ലാം എഴുതി വെച്ചിട്ട് എന്താ ലാസ്റ്റ് നമ്മൾ ടോട്ടൽ ചെയ്യാം. അപ്പോൾ ടോട്ടൽ റെസിപ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അസറ്റ് റിയലൈസ്ഡ് മൊത്തം ചെയ്യുന്ന സമയത്ത് എത്രയാണ് കിട്ടുന്നത്? 4,20,000 ആണ് കിട്ടുന്നത്. പേയ്മെൻറ്റ് സെക്ഷനിൽ വരുന്ന സമയത്ത് എത്രയാണ്? 3,59,000 ആണ് കിട്ടുന്നത്. അതിൽ നിന്നും നമുക്ക് സർപ്ലസ്, അതായത് ഇത്ര ബാക്കി എമൗണ്ട് ഉണ്ടല്ലോ 61,000, അത് സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് ഇവിടെ ലാസ്റ്റ് ടോട്ടൽ നിങ്ങൾ 4,20,000 എന്ന് എഴുതി വെക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യുക. ഈ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ, അതായത് ലിക്വിഡേറ്റേഴ്സിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ എന്തായാലും വരും. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നല്ലപോലെ ചെയ്യണം. ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും, അതായത് ഡയറക്റ്റ് എമൗണ്ട് നമുക്ക് എഴുതാനുള്ളത് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം വായിച്ചിട്ട് ആ സമയത്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് എഴുതി വയ്ക്കുക. കൂടുതലായിട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ ലിക്വിഡേഷൻ എക്സ്പെൻസ് തന്നിട്ടുണ്ടായിരിക്കും, പിന്നെ അസറ്റിൻ്റെ റിയലൈസേഷൻ എന്തായാലും വന്നിട്ടുണ്ടായിരിക്കും, പിന്നെ പ്രിഫറൻസ് ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ടായിരിക്കും, അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സും ഇതൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ തന്നത് കറക്റ്റ് നോക്കി മനസ്സിലാക്കിയിട്ട് ടേബിളിലേക്ക് എടുത്തിട്ട് എഴുതുക. പിന്നെ വർക്കിംഗ് നോട്ട് ചെയ്യണ സമയത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വരുമ്പോഴാണ് കുറച്ചും കൂടി ഇത് വരുന്നത്. പിന്നെ കമ്മീഷനും ബ്രോക്കറേജിൻ്റെ ഒക്കെ വരുന്നുണ്ട്. അത് റിസീപ്റ്റ് സൈഡിൽ എഴുതുന്ന സമയത്ത് കുറച്ചും കൂടി നോക്കണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്നുകൂടി വർക്ക് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഇതിലെങ്ങനെയാണ് ചെയ്യാനുള്ളത്? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ ടോട്ടൽ റെസിപ്റ്റും പേയ്മെൻറ്റ് 4,20,000 എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കുക. പിന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് പൈസ കൊടുക്കാനില്ല എന്നും കൂടി എഴുതി വയ്ക്കണം. അതിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 61,000 ഈസ് നോട്ട് എന്താണ് അവർക്ക് പറ്റിയ, അതായത് അവർക്ക് പേയ്മെൻറ്റ് നടത്താനുള്ള എമൗണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് എഴുതി വയ്ക്കുക. അതായത് സിൻസ് ദ റിമൈനിങ് എമൗണ്ട് ഈസ് ഓൺലി 61,000 ആയതുകൊണ്ട് തന്നെ ദർ വിൽ ബി നോ പേയ്മെൻറ്റ് ടു ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 17 ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഇത്ര ക്വസ്റ്റ്യൻസാണ് നമുക്കുള്ളത്. 17ാമത്തെ ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഇതാണ് നമ്മുടെ ഇത്രയും ക്വസ്റ്റ്യൻസാണ് പ്രോബ്ലംസ് ആയിട്ടുള്ളത്. ഇനി തിയറീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇതെല്ലാം എങ്ങനെ ചെയ്യാം? അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഫസ്റ്റ് തൊട്ട് നോക്കാം. ആദ്യം ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് പറഞ്ഞത്. ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. ടാക്സ് ലയബിലിറ്റിയും ടാക്സ് എത്ര ചാർജ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ രണ്ടും കൂടി എത്രയാണ് നമ്മൾ അണ്ടർ പേയ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. അതിൽ ടാക്സ് വന്നിട്ട് ചെയ്തു, പെർസെൻറ്റേജ് അതായത് ടാക്സ് റേറ്റിൽ വന്നിട്ട് ചെയ്തു. ബാക്കി ഉത്തരങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്താണ്? അതായത് പ്രൈസ് ചേഞ്ച് വന്നിട്ട് പ്രോഫിറ്റ് ഓർ ലോസ് ആണോ ഉണ്ടായതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി വന്നിട്ടുണ്ട്. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇൻഡെക്സും കൂടിയും കൂട്ടിയിട്ടാണ് കണക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് എന്താണ്? സ്കീം ഓഫ് റീകൺസ്ട്രക്ഷൻ. ഈ റീകൺസ്ട്രക്ഷൻ്റെ ക്വസ്റ്റ്യൻ അധികം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കിയിട്ട് വേണം പോകാൻ. പിന്നെ തിയറി വരുന്നുണ്ട്, CPPA അതിൻ്റെ ഉണ്ട്. പിന്നെന്താണ് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ? പിന്നെ അമാൽഗമേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരുന്നുണ്ടാവും. അമാൽഗമേഷൻ്റെ തിയറിയോ അല്ലെങ്കിൽ പ്രോബ്ലം C പാർട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം പോവാൻ. പിന്നെന്താ വരുന്നത്? പിന്നെന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ കാര്യം പറഞ്ഞു. ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ബാങ്കാണ് നമ്മുടെ പർട്ടിക്കുലേഴ്സിൽ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ബാലൻസിങ് ഫിഗർ എഴുതണം. പിന്നെ ഇൻട്രസ്റ്റും കോസ്റ്റും കൂടി നേരെ ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാൻ.
പിന്നെ വർക്കിംഗ് നോട്ട് എല്ലാറ്റിലും എഴുതി വെക്കണം കേട്ടോ. വർക്കിംഗ് നോട്ട് നിങ്ങൾക്ക് അറിയണ മാതിരി ക്വസ്റ്റ്യൻ എഴുതിയിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയണമെന്ന് വെച്ചാൽ അത് വർക്കിംഗ് നോട്ടിൽ ചെയ്ത് വെച്ചിട്ട് വേണം എഴുതി വെക്കാൻ. പിന്നെ ലാസ്റ്റ് അസംഷൻ വന്നിട്ട് എഴുതി വെക്കണം. എന്തൊക്കെയാണത് ലാസ്റ്റ് പറയണമെന്ന് വെച്ചാൽ അത് അസംഷൻ എഴുതി വെക്കണം. അത്ര എഴുതി വെച്ചാൽ മതി. പിന്നെ ലിക്വിഡേറ്റേഴ്സിൻ്റെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അത് നോക്കിയിട്ട് വേണം പോകാൻ. കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം എന്തായാലും വന്നിട്ടുണ്ട്, പ്രാവശ്യം വരുന്നുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോഴും വർക്കിംഗ് നോട്ട് വെച്ചിട്ട് ചെയ്യാം. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെന്താ പ്രോബ്ലം ഇപ്പോൾ എല്ലാം ചെയ്തു നമ്മൾ. ഇനി തിയറി നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കമൻറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ട് 2 ആയിട്ട് തിയറി എഴുതി വയ്ക്കാവുന്നതാണ്, ചെയ്യാം. പിന്നെ ഞാൻ മാനേജ്മെൻറ്റ് സയൻസിൻ്റെ പ്രോബ്ലം എഴുതി വെച്ചിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കമൻറ്റ് ഇടുക, വീഡിയോ കാണാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.